തിരുവനന്തപുരം വർക്കല പാപനാശം കടപ്പുറത്ത് പഠനത്തിനായി സ്ഥാപിച്ച ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് തകർന്നു. ഒരു വർഷം മുൻപ് ഇവിടെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് തകർന്ന് വിനോദസഞ്ചാരികൾക്ക് പരിക്കു പറ്റിയിരുന്നു. നിർമ്മാണം തുടങ്ങുന്നതിന് മുമ്പ് പഠനം വേണമെന്ന് ആവശ്യവും ശക്തി പ്രാപിച്ചിട്ടുണ്ട്. പുതുവർഷ സമ്മാനമായി 2024 ജനുവരി 1 വർക്കല പാവനാശത്ത് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് വിനോദസഞ്ചാരികൾക്കായി തുറന്നുകൊടുത്തത്. 3 മാസം പിന്നിടും മുമ്പ് ശക്തമായ തിരമാലയിൽ തട്ടി ബ്രിഡ്ജ് തകർന്നു. പാലത്തിലുണ്ടായിരുന്ന വിനോദസഞ്ചാരികൾക്ക് പരിക്കുപറ്റി. മാസങ്ങൾക്ക് ശേഷം വീണ്ടും ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് പുനഃസ്ഥാപിക്കാൻ വിനോദസഞ്ചാര വകുപ്പും ബ്രിഡ്ജിന്റെ ചുമതലയുള്ള തൃച്ചി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ജോയി വാട്ടർ സ്പോർട്സ് കമ്പനിയും തയ്യാറായെങ്കിലും നാട്ടുകാർ എതിർത്തു. തുടർന്നാണ് പഠനത്തിനായി ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് സ്ഥാപിച്ചത്. ക്ഷമതാ പഠനത്തിന്റെ ചുമതല NITക്കായിരുന്നു. ഇന്നലെ രാത്രിയായിരുന്നു പഠനത്തിനായി സ്ഥാപിച്ച ബ്രിഡ്ജ് തകർന്നടിഞ്ഞത്. അടിയൊഴുക്കും ശക്തമായ തിരമാലകളുമുള്ള സ്ഥലത്ത് ബ്രിഡ്ജ് സ്ഥാപിക്കരുതെന്നാണ് നാട്ടുകാരുടെയും മത്സ്യത്തൊഴിലാളികളുടെയും നിർദ്ദേശം. കഴിഞ്ഞ വർഷം നടന്ന അപകടം സംബന്ധിച്ച അന്വേഷണം പൂർത്തിയാകുന്നതിന് മുമ്പാണ് പുതിയ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് പഠനത്തിനായി വിനോദസഞ്ചാര വകുപ്പും സ്വകാര്യ കമ്പനിയും എത്തുന്നത്. സ്വകാര്യ കമ്പനിയെക്കുറിച്ച് അന്വേഷണം വേണമെന്ന ആവശ്യവും ശക്തമായിട്ടുണ്ട്. പാപനാശത്തെ കടലിനുണ്ടാകുന്ന മാറ്റം മുൻകൂട്ടി പ്രവചിക്കാനാകില്ലെന്ന് മത്സ്യത്തൊഴിലാളികളും പറയുന്നു. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.